പാലായിൽ നടക്കുന്ന കോട്ടയം റവന്യൂ ജില്ലാ കായികമേളയിൽ മുഴുവൻ വിദ്യാർത്ഥികൾക്കും കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഭക്ഷണം ഒരുക്കി നൽകുന്നു. മുൻ വർഷങ്ങളിൽ ഒഫീഷ്യൽസിന് മാത്രമാണ് ഭക്ഷണം നൽകിയിരുന്നത്. ഇപ്രാവശ്യം വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഹണി ജി അലക്സാണ്ടർ വിളിച്ചു ചേർത്ത സംഘാടക സമിതിയിൽ ഫുഡ് കമ്മിറ്റി KSTA ഏറ്റെടുക്കുകയായിരുന്നു. ഒരു ദിവസം 1600-ൽ പരം കുട്ടികൾക്കും ഒഫീഷ്യൽസിനും ഭക്ഷണം നൽകുന്നുണ്ട്. ചോറിനൊപ്പം മീൻകറി, സാമ്പാർ, പുളിശ്ശേരി, തോരൻ, അച്ചാർ തുടങ്ങിയ വിഭവങ്ങളാണ് ആദ്യ ദിനത്തിൽ നൽകിയത്. രണ്ടാം ദിവസം ബീഫ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണ കായികമേളയിൽ ഒഫീഷ്യൽസിന് മാത്രമുള്ള ഒരു ബഡ്ജറ്റാണ് കായികമേള നടത്താനായിട്ട് നമുക്ക് അനുവദിക്കാറുള്ളത്. എന്നാൽ സർക്കാരിൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനകീയമായി സ്പോൺസർമാരെയൊക്കെ കണ്ടെത്തി കായികമേളയിൽ പങ്കെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഒഫീഷ്യൽസിനും ഭക്ഷണം കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളെല്ലാവരും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷനാണ് പ്രോഗ്രാം കമ്മിറ്റി കായികമേളയുടെ ഏറ്റെടുത്തിട്ടുള്ളത്. 3 ദിവസങ്ങളിലായി 5000 പേർക്ക് ഭക്ഷണം നൽകും. സർക്കാർ ഫണ്ടിനൊപ്പം സ്പോൺസേഴ്സിനെയും കണ്ടെത്തിയാണ് എല്ലാവർക്കും ഭക്ഷണം നൽകുന്നത്. പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികൾക്കും അതോടൊപ്പം തന്നെ ഒഫീഷ്യൽസിനും നോൺ വെജ് ഭക്ഷണമാണ് കൊടുക്കുന്നത്. ഇന്ന് മീൻ ഉൾപ്പെടെയുള്ള മീൻകറി ഉൾപ്പെടെയുള്ള ഭക്ഷണമാണ് കൊടുത്തതെങ്കിൽ നാളെ മറ്റ് എല്ലാ ദിവസവും ഈ 3 ദിവസം ഇതേപോലെ തന്നെ ആണ് ഭക്ഷണം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഊണിനുള്ള അരി ജില്ലാ വ്യവസായ കേന്ദ്രമാണ് നൽകുന്നത്. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി VN വാസവൻ നേതൃത്വം നൽകുന്നു. KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ KV അനീഷ് ലാൽ, KJ പ്രസാദ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ VK ഷിബു, ബിനു എബ്രഹാം, ജാസ്മിൻ PA, ജില്ലാ ഭാരവാഹികളായ K രാജ്കുമാർ, T രാജേഷ്, റീമ V കുരുവിള, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ലിജോ അനിത്തോട്ടം, അനീഷ് നാരായണൻ, രാഹുൽ K സോമൻ, അനൂപ് C മറ്റം, ഇന്ദുലേഖ തുടങ്ങിയവരാണ് ഭക്ഷണ വിതരണത്തിന് നേതൃത്വം നൽകുന്നത്.